நம்ம ராத்திரி என்ன பாத்திரம் எல்லாம் கழுவுன்னு അങ്ങനെ രാവിലെ അല്ലെ രാത്രി പാത്രമൊക്കെ കഴിയുന്നു. ഇന്ന് എൻ്റെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ. ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കറികൾ കുറച്ച് എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. എന്നാലും എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഇഷ്ടം പോലെ പാത്രം ഉണ്ടാകും. ഏകദേശം കഴുകി തീരാറായി. ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി കാപ്പി ഉണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. അങ്ങനെ പാത്രമെല്ലാം കഴുകി. ഇനി അടുത്ത് കാപ്പി ഉണ്ടാക്കണം. പുട്ടടിക്കണം. എല്ലാം ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ. രാവിലെ മക്കളെ കാര്യം എല്ലാം കഴിഞ്ഞ് ചോറ് കെട്ടി എല്ലാം കഴിയുമ്പോൾ പിന്നെ സമയം കിട്ടില്ല. പിന്നെ തിരിച്ച് വന്ന് പാത്രം എല്ലാം കഴിയും. പിന്നെ രാത്രിത്തെ കാര്യം വീണ്ടും രാവിലെ കഴിച്ച് രാവിലത്തെ കാര്യങ്ങൾ എല്ലായിടത്തും ഇങ്ങനെയാണ്. എൻ്റെ കാര്യമല്ല ഞാൻ പറയണത്. ഇങ്ങനെ പാത്രമെല്ലാം കഴുകി ഒരുപാട് പാത്രം ഉണ്ടാകും. പാത്രമെല്ലാം കഴുകി ഗ്യാസൊക്കെ തുടച്ച് എന്നിട്ടിനി പുട്ടുണ്ടാക്കണം. അങ്ങനെ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു. എല്ലാം കഴുകി കഴിഞ്ഞു. ഇനി അടുത്ത് ബാക്കി പരിപാടി. എല്ലാം പറക്കി അടുക്കി വെച്ചിട്ട് ഇനി ബാക്കി പരിപാടി. പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് പുട്ടുണ്ടാക്കണം. കുറച്ച് മഴ രാത്രി നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ പുട്ടുപൊടിയല്ല. അത് ആരും ചോദിച്ചില്ലല്ലോ. കടയിലാണ് വാങ്ങിച്ചത്. എവിടെ വാങ്ങിച്ചത് നല്ലല്ലേ? ഇത് വറുത്ത് പൊടിച്ച് വെച്ചതായതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കോരാൻ വെച്ചിരുന്നാൽ മതി. അപ്പം അത് ഇത് കുറച്ച് നേരം കോരുമ്പോൾ ശരിയാവും. തേങ്ങ ഞാനല്ല തിരുവന് എൻ്റെ മകനാണ്. മകനെ വരണാട്ടെ. ആള് വേണ്ട ഇങ്ങോട്ട് സ്വന്തമായിട്ട് പൊട്ടിച്ചിട്ട് അയ്യോടാ ചമ്മലായി പോയി അല്ല. സ്വന്തമായിട്ട് പൊട്ടിച്ച് കുറച്ച് തിരികെ വെച്ച് നല്ല പാത്രമൊക്കെ കഴുകാനുള്ളതാണ്. ഞാൻ പിന്നെ മാറി പിന്നെ തിരുമാന്ന് പറഞ്ഞ ഞാൻ ബാക്കി ജോലി. തിരിവ് തിരികെക്കോളൂ. ഈ അമ്മയ്ക്കാണ് പണി. തറ എല്ലാം തൂക്കണത്. തേങ്ങയൊക്കെ തിരുമ്മി തന്നിട്ടുള്ളതാ. കണ്ട തേങ്ങ തിരുമ്മേത് കണ്ട. അയ്യോ കണ്ടൂടാ വേണ്ട. ഇങ്ങനെ കുഴിച്ച് തിരുമാറിയാണ്. നല്ല കുഴപ്പമില്ല. നല്ല രീതിയിൽ തിരുമ്മിയിട്ടുണ്ട്. ഇനി
ഞാൻ അറിയാതൊന്ന് പൊട്ടിച്ചു പോയതാണേ. മാവൊക്കെ പഴയ നേരം കൊണ്ട് ഇവിടേക്ക് തൂത്തിടാം. ഞാൻ അപ്പുറത്തുനിന്ന് പൊക്കോട്ടെ. നമ്മൾ രാവിലെ എന്തൊക്കെ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു വെച്ചാൽ നടക്കാത്ത കാര്യം. എന്തേലൊക്കെ പണി വന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് വന്ന് കാണാം. അതിന് തൂക്കണതും കാക്കുണ്ടാക്കണതും മാവ് കുഴയ്ക്കാം. മാവ് അയ്യോ ഇത് ഇടിയപ്പത്തിന് കുഴയ്ക്കുമ്പോഴായ ഇടിയപ്പത്തിന് ഒരായിപ്പോയി കട്ട പിടിച്ചിട്ട് വെള്ളം കൂടി പോയി. അയ്യോ ഇടിയപ്പത്തിന്റെ മാവ് പോലെ ആയിപ്പോയി. വെള്ളം ഒഴിച്ചത് കൂടിപ്പോയിട്ടുണ്ടോന്ന്. പുട്ടിന് മാവ് കുഴച്ച് വെള്ളം കൂടിപ്പോകും. കുറച്ചെടുത്തത് എത്രയായി പോയി. ഇനി മാവിട്ട് കുഴച്ച് ഇങ്ങനെ കുഴച്ച് ശരിയാക്കി എടുക്കാനേ പറ്റൂ. ഞാൻ തേങ്ങ ഇരിയ കൊള്ളാമോ? അതെന്തോ തേങ്ങ തിരിയത് കൊള്ളാമെന്ന് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങളെ വീട്ടില് എത്ര മക്കൾ ഇങ്ങനെ അമ്മയെ സഹായിക്കുമെന്ന്? അമ്മ എന്തൊക്കെ സഹായിക്കും? എല്ലാ തൂക്കും, വീട് തുടയ്ക്കും, തുണി കൊണ്ട് വിരിക്കും, എല്ലാം ചെയ്യും. എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതുപോലെ എത്ര പേരമ്മ കമന്റ് ചെയ്യണേ. അങ്ങനെ ഇന്ന് കഠിന പ്രവർത്തനം വീണ്ടും ഞാൻ പുട്ടിന്റെ ഇതാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളം വീണ്ടും ഒഴിക്കേണ്ടി വന്നു. ആ വിട്ടപ്പോ പിന്നെയും കയറി മുറിവി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചപ്പോ ശരി ഇതൊക്കെ മതി. അടുത്ത് പുട്ടുണ്ടാക്കാം. പുട്ടുകൂടെ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു. ഇനി വെള്ളം ചൂടായ വരുമ്പോൾ പുട്ടുണ്ടാക്കാം. പുട്ടുണ്ടാക്കാം. പുട്ട് മാവിട്ട് വീണ്ടും തേങ്ങിയിട്ട് വീണ്ടും മാവ്. അയ്യോ സോറി മാവ് തേങ്ങ. ഇനി കട്ടൻ ചായക്ക് വെള്ളം. ഞാൻ വെള്ളം തിളക്കിയൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ തേയിലപ്പൊടിയും പഞ്ചസാര എല്ലാം കൂടെ ഞാൻ തിളപ്പിച്ചെടുക്കും. വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂല. തേയിലപ്പൊടി കുറച്ച് തേയിലപ്പൊടി കുറച്ചുകൂടെ പഞ്ചസാര. ഇവിടെ അത്യാവശ്യം മധുരമൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇത്തിരി കൂടുതൽ പഞ്ചസാര. അയ്യോ എൻ്റെ പഞ്ചസാര എല്ലാം താഴെ കളഞ്ഞേ. കുറച്ച് പഞ്ചസാര താഴെ പോയി. പുട്ട് ചൂട് പുട്ടായിട്ടുണ്ടെങ്കിൽ
അങ്ങനെ അമ്മ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ കോരി വെക്കാണ്. കോരി വെക്കണ എന്തൊരു കോരി സോറി, അങ്ങനെ തട്ടി മാവ് ഇങ്ങനെ അതിൻ്റെ തട്ടി വെക്കണേ. തട്ടി വെക്കണ എന്താണ് പറയണേ? എങ്ങനെയെങ്കിലും വെച്ചു. കട്ടൻ ചായ കട്ടൻ ചായ. അങ്ങനെ കയ്യെല്ലാം പൊള്ളി. പണി കിട്ടിയില്ല ഇതല്ലോ. അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചിട്ട് പുട്ടിനോട്ട് കഴിക്കണേ. ഒരു ലോഡ് Ada